സിഒയുടെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ പുരസ്കാരം 2025 സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നടന്ന പരിപാടി എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം.കെ. സാനു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സിഒഎ, KCCL, സിഡ്കോ എന്നീ സംഘടനാ അംഗങ്ങളും മാധ്യമരംഗത്തെ നിരവധി പേരും പങ്കെടുത്തു. നൽകുന്ന അനുമോദനവും പ്രോത്സാഹനവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ലപോലെ പഠിക്കുന്നത് തീർച്ചയായും സാമർഥ്യത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് സാമർഥ്യം എന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാമർഥ്യം മാത്രമല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മൗലികമായി ഒരു പാശ്ചാത്യനായ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ ഓഫ് മാൻ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 60-ലധികം വിദ്യാർത്ഥികൾക്കാണ് കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. സിഒയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന പരിപാടി എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം.കെ. സാനു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ സിഒഎ അംഗങ്ങളായ എം. വിനീഷ് കുമാറിന്റെ മകൾ ത്യാഗ N. വിനീഷ്, MV പ്രശാന്തിന്റെ മകൻ പ്രകീർത്ത് MV, PV റിജേഷിന്റെ മകൾ വിലന റിജേഷ് PV, KK പ്രമോദിന്റെ മകൾ അവനിത K അജിത്തിന്റെ മകൾ K അഞ്ജന എന്നിവർ SSLC ഉന്നത വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സിമൻ ജോൺ, നിവേദ്യ വിയെ, ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടികൾ അവരവരുടെ സീറ്റിൽ തന്നെ ഇരിക്കേണ്ടതാണ്. സിഡ്കോ ഏർപ്പെടുത്തിയിട്ടുള്ള ക്യാഷ് അവാർഡ് കൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സിഡ്കോ വൈസ് പ്രസിഡന്റ് M. മൻസൂർ, പ്രസിഡന്റ് വിജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സാനു മാസ്റ്ററെ ആദരിച്ചു. '24 ന്യൂസ് MD ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രത്യേക ക്യാഷ് അവാർഡ് 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ വിതരണം ചെയ്തു. എല്ലാ സാബു ഈ പേര് വിളിക്കുന്ന കുട്ടികളൊന്ന് അടുത്തോട്ട് വന്നു നിന്നാൽ കൊള്ളാം. അടുത്തതായി ഫാത്തിമ ഷിഫാന, സ്നേഹ M, കാർത്തിക് H, സിമൻ ജോൺ, പരീക്ഷകളിലെ ജയം ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്നും A+കളുടെ എണ്ണം കുറയുന്നത് ജീവിതത്തെ ബാധിക്കരുതെന്നും COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. പുരസ്കാരങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആശംസ അറിയിച്ചു.
പ്ലസ് ടുവിന് ശേഷം പരമ്പരാഗതമായി നമ്മളൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന കോഴ്സുകൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ജോലി സാധ്യത, നിങ്ങളുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മേഖലകളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ചും കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തൊഴിൽ നൈപുണ്യം, ജീവിത നിപുണത, വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ സംസാരിച്ചു. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ 100-ാം വയസ്സ് അടുപ്പിച്ച് പ്രിയപ്പെട്ട സാനുമാഷ് ഇവിടെ വന്നെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത്രയും ഇപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ, ഐ ആം ഓൾമോസ്റ്റ് ബ്ലൈൻഡ് എന്ന്. അത്രയും ഒരു പ്രശ്നമുണ്ടായിട്ടും അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ ഉള്ള ചില ബലഹീനതകൾ ഉണ്ടെങ്കിലും കുട്ടികളുടെ ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ആദരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ വളരെ ക്രിസ്പിയായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ശേഷം എനിക്ക് പ്രത്യേകിച്ചൊന്നും ആഡ് ഓൺ ചെയ്യാനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മനുഷ്യനാകണം, മനുഷ്യത്വമുള്ളവരായി തീരണം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പഠനമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷനായി. സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദിഖ്, KCBL ചെയർമാൻ PS സിബി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സിഡ്കോ സെക്രട്ടറി R പത്മകുമാർ പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.